ശരി, നിങ്ങൾ ജോലി നടക്കട്ടെ. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ വരാം. ഞാനേ ദൈവാധീനമുള്ളവനാ മീനാക്ഷി. എൻ്റെ മനസ്സ് നൊന്താ നോവിച്ചവന് ശിക്ഷ ഉറപ്പ്. വെറും ശിക്ഷയല്ല, കൊടിയ ശിക്ഷ തന്നെ. കൃഷ്ണേട്ടന്റെ ശത്രുക്കൾക്കാർക്കോ അപകടം പെടഞ്ഞ ലക്ഷണമുണ്ടല്ലോ. അതെ, എൻ്റെ ബന്ധുവായിരുന്ന ശത്രു, അതായത് നിന്റെ ചേട്ടനും കുടുംബത്തിനും അടിപറ്റി. അതെ മീനാക്ഷി, അവരുടെ നല്ല മരുമകൻ മകളെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയെന്നോ നിന്റെ പുന്നാര ചേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നോന്നൊക്കെയാ കേട്ടത്. അതിനെന്താ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളാവുമ്പോൾ അവർക്ക് ചില വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് അവർ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് സർവ്വസാധാരണമാ. അയ്യോ, ഇത് ആ വിശേഷമുണ്ടായിട്ടുള്ള വരവല്ല, ബന്ധം വേർപെടുത്തിയിട്ടുള്ള വരവാ. കൃഷ്ണേട്ടൻ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ആരാ ഈ വാർത്ത എഴുന്നള്ളിച്ചത്? എഴുന്നള്ളിച്ചത് ആരും ആയിക്കോട്ടെ, പക്ഷെ കേട്ടത് സത്യമാ. അതിനിതൊക്കെ എന്താ ഇപ്പൊ സുമിത്രയും പ്രസാദുമായിട്ടുണ്ടായത്? ഉണ്ടായത് എന്താണെന്ന് പ്രത്യേകം ചോദിക്കാനുണ്ടോ? പ്രസാദ് എന്ന് പറയുന്ന ആ കൊമ്പത്തെ എഞ്ചിനീയറുടെ ആദ്യത്തെ വരവിൽ തന്നെ എനിക്ക് ഏതാണ്ട് വ്യക്തമായി. പിന്നെ ഇത്രയും നാൾ പൊട്ടിത്തെറി ഉണ്ടാകാതെ പോയത് ആരുടെയോ ഭാഗ്യം. അവൻ ശരിയല്ല മീനാക്ഷി. എന്തോ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. നീ വിശ്വസിക്കണ്ട, പക്ഷെ സംഭവിച്ചത് തന്നെയാണേ. ഇതെങ്ങനെയാ മീനാക്ഷി നമ്മളൊന്ന് ആഘോഷിക്കുക? തന്നെത്താൻ അങ്ങ് ആഘോഷിച്ചോട്ടാ മതി, എന്നെ കൂട്ടണ്ട. എത്ര പിണക്കമുണ്ടായാലും ആപത്തിപ്പെട്ടിരിക്കുന്നത് എന്റെ ചേട്ടനും കുടുംബമാ. പിന്നെ ചേട്ടനും കുടുംബവും. ഈ ചേട്ടനും കുടുംബത്തിനും എന്നെ അവമാനിക്കാൻ ഒരു മനസാക്ഷി കുറ്റം തോന്നിയില്ലല്ലോ. തോന്നിയോ? ദേ, ഞാൻ ഈ വാർത്ത നിന്നോട് പറഞ്ഞതേ അവരോട് സിമ്പതി കാണിക്കാനല്ല, സന്തോഷിക്കാനാ. അവനവൻ കുഴിച്ച കുഴിയില് അവനവൻ തന്നെ വീണു. എന്നാലും നമ്മുടെ സുമിത്രമോക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ കൃഷ്ണേട്ടാ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ദേ, ഒരൊറ്റ പിട വെച്ചുതരാം ഞാൻ. നാണമില്ലേ നിനക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ? നന്ദി ഇല്ലാത്തവരോട് സഹതാപം പാടില്ല. നിസ്സാരപ്പെട്ടൊരു കാര്യത്തിന്റെ പേരിൽ ഇത്ര ശത്രുത വേണോ? സംഭവം നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞില്ലേ? വർഷങ്ങൾ കഴിഞ്ഞാലും ചങ്കി കുത്തിയവരെ ഈ കൃഷ്ണപിള്ള മറക്കില്ലടി. ധൃതി പിടിച്ച് വസ്തു വിറ്റ് ആ പണം അയാളെന്റെ മുഖത്തേക്ക് ഇട്ടപ്പോ മനസ്സുകൊണ്ട് ഞാൻ അയാളെ ശപിക്കുകയായിരുന്നു. എന്നെ അയാൾ വെറും ഒരു ഏഴാം കൂലി ആക്കിയില്ലേ? വലിയ ജേതാവിന്റെ ഭാവത്തിലല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പൊ ജേതാവ് താഴെ കിടക്കുന്നു. ദൈവം അറിഞ്ഞു കൊടുത്ത ശിക്ഷയത്. ഇനി നമ്മൾ അവിടെ ചെന്ന് അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷേ സുമിത്ര, അവൾ എന്ത് ചെയ്തിട്ടാ കൃഷ്ണേട്ടാ? ഈ തന്തയുടെ അല്ലേ മോള്, എന്തെങ്കിലും തെറ്റ് അവള് ചെയ്ത് കാണും. എന്തായാലും ഒന്ന് ഞാൻ പറയാം, അറുത്ത് മാറ്റിയ കണ്ണിയാ അത്. ഇനി ഒരിക്കലും കൂടിച്ചേരാൻ പോകുന്നില്ല. സാർ എന്താ ഒരു മൗനം? നത്തിങ്. ഒരു ഏകാന്തത തോന്നുന്നുണ്ടോ? ഒറ്റയ്ക്കായിപ്പോയെന്ന്, ചെയ്തത് തെറ്റായിപ്പോയെന്ന്, ഇത്തിരി കുറ്റബോധം? കുറ്റബോധം എന്തിന്? എൻ്റെ ഭാഗത്തൊരു കുറ്റവുമില്ല, ഒരു തെറ്റുമില്ല. അല്ല, സാറിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ലേശം സെൻറ്റിമെൻ്റലാണെന്ന് തോന്നി. ചിലരങ്ങനെയുണ്ട് സാർ. ഭാര്യ എന്ന ന്യൂസൻസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കും. രക്ഷപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ ഭൂതകാലത്തെ പറ്റിയുള്ള ഓർമ്മകളായി, നെടുവീർപ്പായി. ദേ, ഇതുപോലെ മൗനമായി. ഒന്ന് ചെയ്താൽ പിന്നെ അതിനെപ്പറ്റി പ്രസാദം റിഗ്രറ്റ്സ് ഇല്ല. മുറിച്ചു മാറ്റി തന്നെ. എന്നാ പിന്നെ സ്മാർട്ട് ആവണം സാർ. സാർ ആശിച്ചല്ലേ ഏതാണ്ട് പകുതിയോളം നടന്നില്ലേ? ഇനി ഭൂതകാലം നമുക്ക് വേണ്ട, ഭാവി മാത്രം. ദ ബ്രൈറ്റ് ഫ്യൂച്ചർ. സുമിത്ര എന്ന തടസ്സം സാറിൻ്റെ നടവഴിയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ മൂകനായി ഡള്ളായിരിക്കാൻ പാടില്ല.
ആക്റ്റീവ് ആകണം. മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അത് പിടിച്ചടക്കണം. പറയുന്നത് സാറിന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഉം. ഉണ്ടടോ. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? ഇതിന്റെ പേരാണ് ആത്മവിശ്വാസക്കുറവ്. സംഭവങ്ങൾ ഇത്ര വരെ അഡ്വാൻസ് ചെയ്തിട്ട് യമുനയുടെ മനസ്സ് സാറ് കാണുന്നില്ല, ഈ എൻ്റെ അത്ര പോലും. സത്യത്തിൽ സാറ് ഫ്രീ ആയതിൽ സാറിനേക്കാൾ സന്തോഷിക്കുന്നത് യമുനയായിരിക്കും. അറിയോ? നാനോ അങ്ങനെ ആയിരുന്നെങ്കിൽ എപ്പോഴേ അവളെന്നെ വിളിച്ചേനെ. സാർ എന്ത് മണ്ടത്തര ഈ പറയുന്നേ? യമുനയുടെ വീട്ടിലെ അന്തരീക്ഷം മുമ്പത്തെ മാതിരിയാണോ ഇപ്പോ? 4 ചുറ്റും കണ്ണുകളല്ലേ യമുനയുടെ ചലനങ്ങൾ വാച്ച് ചെയ്യാൻ. പോരാഞ്ഞ് സ്വന്തം ചേച്ചി ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ തൊട്ടു മുമ്പിൽ തന്നെ ഉണ്ട്. എവിടെയാ സ്വാതന്ത്ര്യം? ആരുടെയൊക്കെ കണ്ണു പിടിക്കണം? പെണ്ണുങ്ങൾക്ക് ഒരുപാട് പരിമിതിയുണ്ട് സാറേ ഒന്ന് ഫോൺ ചെയ്യാൻ. നമ്മൾ ആണുങ്ങൾ അത് മനസ്സിലാക്കണം, മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഞാനിപ്പോ എന്ത് ചെയ്യണം? യമുനയെ കാണാൻ സാറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. അവസരങ്ങൾ സാറ് തന്നെ സൃഷ്ടിക്കണം. അല്ലാതെ അവസരം ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്ന പ്രതീക്ഷിച്ചിരുന്ന സാറിന്റെ മോഹങ്ങൾ ഉള്ളിൽ കിടന്ന് തുരുമ്പെടുത്തു പോയുള്ളൂ. ഞാനിത് മുൻകൂട്ടി പറയാനുള്ള കാരണമുണ്ട്. സാറിന്റെ വൈഫ് ഇപ്പൊ അവിടെ അല്ലേ? സെന്റിമെന്റ്സിന്റെ ഒരു പ്രവാഹമായിരിക്കും അന്തരീക്ഷമാകെ. എത്രയായാലും സ്വന്തം ചേച്ചിയിലെ എന്നൊരു ചിന്ത യമുനയെ കടന്നുകൂടിയാലോ? ചേച്ചിയോട് സഹതാപം തോന്നിയാലോ? സാറിനോടുള്ള അടുപ്പോ ആവേശവും ആ സഹതാപ രംഗത്തിൽ ചിലപ്പോൾ ഒഴുകിപ്പോവില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റൂ? നോക്കണ്ട, നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് സ്ട്രോങ്ങാ. എന്നാലും ഒരു പരീക്ഷണത്തിനൊന്നും സാർ നിൽക്കരുത്. യമുനെ ചെന്ന് കാണണം. അന്തരീക്ഷം വളരെ അനുകൂല. അങ്ങനെ ആവാല്ലേ? പിന്നല്ലാതെ സാർ ക്യാമ്പസിൽ ചെന്ന് യമുനെ കാണണം. യമുനയുടെ എക്സാം കഴിഞ്ഞിട്ടില്ല. ചെന്ന് കണ്ട് സ്വൈരമായിട്ട് എവിടെങ്കിലും പോയിരുന്ന് പരസ്പരം മനസ്സ് തുറക്കണം സാർ. ആ പ്രസാദേട്ടൻ ഇന്നൊരു തകർന്ന മനുഷ്യന്. ആ തകർച്ചയിൽ നിന്നും പ്രസാദേട്ടനെ രക്ഷപ്പെടുത്തണം. അതിന് നിനക്ക് മാത്രമേ കഴിയൂ യമുനെ.
ഈ സമയത്ത് ഞാനിവിടെ യമുനെ കാണാൻ വന്നത് അത്ര ശരിയായ വിശാൽ. എന്താ ഇതിൽ ശരികേട്? അല്ല, പരീക്ഷ നടക്കില്ലേ? എല്ലാം ഒരു പരീക്ഷയല്ലേ സാർ? ജോലി, കുടുംബം, ലവ്, ലെസ്റ്റ് എല്ലാം എല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പരീക്ഷ. എന്തും നമ്മൾ നേരിട്ടേ മതിയാവും സാർ. അതല്ല വിശാൽ, ഫൈനൽ എക്സാം അല്ലേ. യമുനയുടെ കോൺസെൻട്രേഷൻ തെറ്റിയ പരീക്ഷ നന്നായി എഴുതാൻ പറ്റില്ല, നല്ല മാർക്ക് കിട്ടില്ല. അത് അവളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും. ഫ്യൂച്ചർ? യമുനയുടെ ഫ്യൂച്ചർ ഇപ്പൊ സാറിന്റെ കയ്യിലല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വറീഡാവുന്നേ? ദേ, ഇനി ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറയട്ടെ സാർ. പെണ്ണുങ്ങൾ അധികം മേലോട്ട് പഠിക്കാതിരിക്കുന്നതാ നമ്മൾ ആണുങ്ങൾക്ക് സേഫ്. പവർ കറപ്റ്റ്സ് എന്നല്ലേ സാർ മഹത്വചനം? ഏറെ പഠിച്ച പെണ്ണുങ്ങൾ പവർഫുൾ ആവും, നമ്മളെ കയറി ഭരിക്കുകയും ചെയ്യും. അല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് സാറിന് അറിയാലോ. സാറിന്റെ ഭാര്യ സാറിനേക്കാൾ പോപ്പുലറായി, പവർഫുള്ളായി. അതോടെ സാറിന്റെ സമാധാനവും പോയി. എന്തിനാ അവളുടെ കാര്യം വലിച്ചിട്ടത്? എനിക്കത് കേൾക്കാൻ ഒരു താല്പര്യമില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? സോറി സാർ, സാന്ദർഭികമായി അങ്ങ് പറഞ്ഞു പോയതാ. ഓക്കെ, നമുക്കിനി സുമിത്രയെ പറ്റി പറയുന്നതിന് പകരം യമുനെ പറ്റി മാത്രം പറയാം. പരീക്ഷ എഴുതി തീർന്ന യമുന നേരെ ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? ഇനി അരമണിക്കൂറേ ഉള്ളൂ. ഇത് ശരിയല്ല വിശാൽ, ഞാൻ പോവാ. അവർക്ക് പരീക്ഷ നടക്കുന്ന സമയത്ത് ഞാൻ സാർ, വിശാൽ, ഞാൻ നിക്ക് സാർ. പോവാ. എന്താ ഇത്? നിങ്ങൾ ആരാ? ഇതൊരു കോളേജാണ്, മദ്യപിച്ച് കൂത്താടാനുള്ള സ്ഥലമല്ല. ക്ഷമിക്കണം സാർ. ക്ഷമിക്കണം. തരണം. Excuse me. ഞാൻ അപ്പഴേ പറഞ്ഞ വെള്ളമടിച്ച് കോളേജ് മോശമല്ലേ സാർ? സോറി പറയടാ. സാർ, ഒരു മിനിറ്റ്. ഇദ്ദേഹം ഒരു എഞ്ചിനീയറാ, എഞ്ചിനീയർ പ്രസാദ്. ഓഹോ, അദ്ദേഹത്തിന് പ്രൊഫസർ ശങ്കർജി അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്, സംസാരിക്കണമെന്ന്. ഈ അവസ്ഥയില്ല. അതെ സാർ, ഫിറ്റെന്ന് വെച്ചാൽ നല്ല ഫിറ്റാ. പക്ഷെ അദ്ദേഹത്തെ കാണുന്നുള്ള ഒറ്റ വാശിയില്ല. ഇങ്ങർക്ക് ശങ്കർജിയുടെ സ്വഭാവം അറിയില്ലേ? അറിയാം സാർ, പക്ഷേ ഈ കക്ഷിയെ ശങ്കർജി സാറിന് അങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റില്ല. കാരണം ഇയാൾ അദ്ദേഹത്തിന്റെ സണ്ണിലോയാ. വാട്ട്? ഇത് ശങ്കർജിയുടെ സണ്ണില്ലായോ? അതെ സർ, ശങ്കർജി സാറിന്റെ മരുമകനാ ഇരിക്കുന്നേ. ശിവ കൺസ്ട്രക്ഷൻസിലെ നമ്പർ 1 എഞ്ചിനീയർ ആയിരുന്നു. വെള്ളമടിയും പിന്നെ ചില അനുബന്ധ ലീലാവിനോദങ്ങളും കാരണം ജോലി പോയി. ഓ, കഴിഞ്ഞ ദിവസം ബാറിൽ കിടന്ന് തല്ലുണ്ടാക്കിയതിന് പോലീസ് പൊക്കിക്കൊണ്ടുപോയി. കക്ഷിയുടെ കുടുംബജീവിതം ഓൾമോസ്റ്റ് കുളവായിരിക്കുക. ഇദ്ദേഹത്തിന്റെ ഭാര്യയെ, അതായത് ശങ്കർജി സാറിന്റെ മകളെ, കഴിഞ്ഞ ദിവസം ശങ്കർജി വന്ന് തിരികെ വിളിച്ചുകൊണ്ടുപോയി. അതിനെപ്പറ്റി കക്ഷിക്ക് ശങ്കർജി സാറിനോടൊന്ന് സംസാരിക്കണം, അതിനു വേണ്ടിയാ. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ. കഷ്ടം. വളരെ വളരെ ദയനീയവും ഭീകരമാണ് സാർ. നമ്മുടെ പ്രശസ്തി നമുക്ക് തന്നെ പാരയാവുന്നൊരവസ്ഥ. കേരളം നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാകവിയല്ലേ ശങ്കർജി സാർ. അദ്ദേഹത്തിന് ഇങ്ങനൊരു മരുമകൻ എന്ന് പറയുമ്പോൾ ചീത്തപ്പേരിന് വേറെന്തെങ്കിലും വേണോ സാർ? സാർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താണ്? ഈ കണ്ടീഷനിൽ നിൽക്കുന്ന മരുമകനെ കൊണ്ട് ഞാൻ എങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് വരും സാർ? യു ആർ റൈറ്റ്. അതുകൊണ്ട് ആളിവിടെ കാത്തുപോണെന്നുള്ള കാര്യം ശങ്കർജി സാറിനൊന്ന് അറിയിക്കണം. ബുദ്ധിമുട്ടില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു സാർ. സോറി കേട്ടോ. സാർ, യമുനയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാ. ആണോ? എന്നാ ഞാൻ സംസാരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് യമുന ഇപ്പൊ വരും പറഞ്ഞു. അത് നീ സോറി പറഞ്ഞത്. ശങ്കർജി സാർ, സാറിനെ കാണാൻ സാറിന്റെ സണ്ണില്ല വന്നിട്ടുണ്ട്. പ്രസാദ് എവിടെ? പുറത്ത് നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാ. അയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. സാറിനെ കണ്ട് സംസാരിച്ചിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. ഈ അവസ്ഥയിൽ സ്റ്റാഫ് റൂമിലൊക്കെ വന്നു കയറാന്ന് വെച്ചാ, അതുകൊണ്ട് ഞാൻ സാറിനെ അങ്ങോട്ട് പറഞ്ഞിടാന്ന് ഏറ്റിട്ടാ വന്നതാ. സാർ ഒന്നേന്ന് കാണും, അതാ നല്ലത്.